ക്യാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സജീവാണ് നടത്തുന്നത്. നല്ല ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് തിരുവല്ലാമലയിൽ ആനമല ഹോം സ്റ്റേയിൽ നടക്കുകയാണ്. നല്ല ലൊക്കേഷനാണ്. ഞങ്ങൾക്കൊക്കെ ആർട്ടിസ്റ്റ് കേരളത്തിലെയും ഞാൻ പൊള്ളാച്ചിന്ന് വരികയാണ്. പല സ്ഥലത്തു നിന്നും ആൾക്കാർ ആർട്ടിസ്റ്റുകൾ ഇവിടെ വന്നിട്ട് ചിത്രം വരയ്ക്കാൻ വേണ്ടി 2 ഡേയ്സ് ക്യാമ്പാണ്. ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് 2 ദിവസമായിട്ട് ചിത്രം വരച്ചാൽ മതി. അപ്പോൾ 2 ദിവസത്തെ ചിത്രരചനയിൽ കൂടെ ഞങ്ങൾ എല്ലാവരും ഒരുപാട് മീറ്റപ്പ് ചെയ്യാൻ പറ്റും. പുതിയ ആർട്ടിസ്റ്റുകളെ മീറ്റ് ചെയ്യാൻ പറ്റും. നിറയെ പേര് പരിചയപ്പെടാൻ പറ്റും. അവരവരുടെ വർക്കുകൾ നോക്കി നമുക്ക് പഠിക്കാനും പറ്റും. അപ്പോൾ അത് മാത്രമല്ല, ഒരു റിലാക്സേഷൻ പോലെ ആർട്ടിസ്റ്റുകൾക്ക് അവരവരുടെ ഗ്രൂപ്പിൽ പോകുമ്പോഴാണല്ലോ ഒരു ആർട്ട് ചിന്തകളൊക്കെ വരുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സജീവിന് ഒരുപാട് താങ്ക്സ്. എത്ര പേര് പങ്കെടുക്കുന്നു? അങ്ങനെ ക്യാമ്പിൽ 31 പേരല്ല. അപ്പം എന്താ തിരുവില്ലാമലയായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ വരയ്ക്കുമോ? തിരുവില്ലാമലയുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ തിരുവില്ലാമലയിൽ നിന്ന് കാണണം. ഞങ്ങൾക്ക് ഇത് 2ാമത്തെ ക്യാമ്പാണ് തിരുവില്ലാമലയിൽ. ശരിക്കും ആ ഫസ്റ്റ് ക്യാമ്പിലുണ്ടായ അത്ര സുന്ദരമായിട്ടുള്ള ഓർമ്മകൾ കൊണ്ടാണ് ഞങ്ങൾ 2ാമത് എത്തുന്നത്. ക്യാമ്പ് ഫ്ലോപ്പാണെങ്കിൽ ഒരിക്കലും പിന്നീട് നമ്മൾ ഇത്രയും ദൂരം താണ്ടി എത്തില്ല. അപ്പം അത് തന്നെ ഈ 1ാമത്തെ ക്യാമ്പിന്റെ വിജയം കൊണ്ടാണ്. അത് ആദ്യമായിട്ട് ഓർഗനൈസ് ചെയ്ത ക്യാമ്പ് ആണെങ്കിൽ പോലും അതിന് യാതൊരു തരത്തിലുള്ള ഒരു ഫ്ലോപ്പും ഇല്ലാതെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു ഇത് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ക്യാമ്പ് അംഗങ്ങൾക്കുള്ള താമസം, ഇവിടുത്തെ ആംബിയൻസ്, അവരുടെ ഫുഡ്, അക്കോമഡേഷൻ, ഇതെല്ലാം വളരെ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഓരോരുത്തരെയും ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്യാനായിട്ട് സജീവേട്ടൻ ശ്രദ്ധിക്കാറ്. അവിടെ നിന്ന് കിട്ടിയ കുറച്ച് സൗഹൃദങ്ങൾ കൂടുതൽ ഞങ്ങൾ ഒന്നും കൂടെ അടുപ്പിച്ചു. അതുകൊണ്ട് നിറയെ ആർട്ടിസ്റ്റ് ഫ്രണ്ട്സുകൾ കിട്ടി ഒരുപാട്. പൊതുവെ ആർട്ട് ക്യാമ്പുകളിൽ ഒരുപാട് പേരുണ്ടാവും. അതൊരു ഒത്തിരി പേര് ചേരുമ്പോൾ അതിൻ്റെ ഒരു എന്താണ് ഒറിജിനാലിറ്റി ഒക്കെ ഒന്ന് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് തോന്നും. അതിനൊരു പർപ്പസ് ഇല്ലാതെ വരും. ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും കുറച്ച് അംഗങ്ങളാണ്. ഇപ്പോൾ ഒരു 30 അറൗണ്ടാണ് ഇവിടുത്തെ അംഗങ്ങളുടെ എണ്ണം. ഇത് പരസ്പരം ഇന്ററാക്ട് ചെയ്യാനും അവരുടെ വർക്കുകൾ പരസ്പരം വിശകലനം ചെയ്യാനും അതുവഴി കുറച്ചുകൂടെ നല്ല കലാകാരന്മാർക്കിടയിലുള്ള നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഈ ക്യാമ്പ് പ്രത്യേകമായിട്ട് ഒരു പ്രയോജനം ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും വന്നത്. ഞാൻ ചേർത്തലയിൽ